ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫിംഗേഴ്സിന്റെ കംപ്ലീറ്റ് തമ്പ് ഇംപ്രഷൻ ജനുവരി 1, 2000 സ്ഥിരമായി കണ്ണട വെക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണട ഉപയോഗിക്കാം. മാസ്ക്, തൊപ്പി ഒന്നും ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കരുത്. ഇനി ഈ ഫോട്ടോകൾ 2 സൈസുകളിൽ നമുക്ക് ആവശ്യമാണ്. ഒരെണ്ണം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒരെണ്ണം ഇതിലേക്ക് ഫിംഗർ പ്രിന്റ് പതിപ്പിച്ച് സ്കാൻ ചെയ്ത് എടുക്കേണ്ടത്. കൃത്യമായിട്ട് നമ്മൾ 5 പേര്. അപ്പൊ ഇതുപോലെ ആ സൈസിന്റെ അകത്ത് വരാൻ നമ്മൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാല് നമ്മൾ ഗൂഗിള് എടുക്കുക, എന്നിട്ട് ഇമേജ് റീസൈസർ ഹലോ എവരിവൺ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് നീറ്റ് 2025 ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നും അത് അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നേ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുമാണ്. മാർച്ച് 7 ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ തന്നെ നമുക്ക് ഈ ഡോക്യുമെന്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഫയലാക്കാം എന്ന് കാണാം. നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നതിന്റെ മുന്നേ നമ്മളുടെ കയ്യിലുള്ള എന്തൊക്കെ ഡോക്യുമെന്റ്സ് റെഡി ആയിട്ട് കയ്യിൽ വേണം എന്ന് ഞാൻ ആദ്യം പറയാം. ഫോട്ടോഗ്രാഫ്സ് 2 ടൈപ്പ് ഫോട്ടോഗ്രാഫ്സ് വേണം. പാസ്പോർട്ട് സൈസും പോസ്റ്റ് കാർഡ് സൈസും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫിംഗേഴ്സിന്റെ കംപ്ലീറ്റ് തമ്പ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ്സ് വേണം. സിഗ്നേച്ചറിന്റെ സ്കാൻഡ് കോപ്പി വേണം. കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അത് SC, ST, OBC, EWS കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം ആപ്ലിക്കബിൾ ആണ്. കാറ്റഗറി സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും നമ്മുടെ കയ്യിൽ വേണം. ഇനി അഡ്രസ് പ്രൂഫ് ആയിട്ട് ആധാറും നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. SSLC മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ക്ലാസ് 10 മാർക്ക് ഷീറ്റും ആൻഡ് ക്ലാസ് 10 സർട്ടിഫിക്കറ്റും വേണം. ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് PWD സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഇനി എങ്ങനെയാണ് ഈ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫോട്ടോഗ്രാഫിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഫോട്ടോഗ്രാഫി എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് NTA കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈനുകൾ പറഞ്ഞിട്ടുണ്ട്. ജനുവരി 1, 2025 ശേഷം എടുത്ത ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോയിൽ 80% ഫേസ് എങ്കിലും വിസിബിൾ ആയിരിക്കണം. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചെവി മറയാൻ പാടില്ല. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ചെവി മറയ്ക്കരുത്. സ്ഥിരമായി കണ്ണട വെക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണട ഉപയോഗിക്കാം. പക്ഷെ കണ്ണട ഉപയോഗിക്കുന്ന സമയത്ത് ലെൻസിലേക്ക് ഗ്ലെയർ അടിച്ച് കണ്ണ് കൃത്യമായി ഫോട്ടോയിൽ കാണാത്ത രീതിയിലാകരുത്. പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമേ ഫോട്ടോ അനുവദിക്കുകയുള്ളൂ. മാസ്ക്, തൊപ്പി ഒന്നും ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കരുത്. ഇനി ഈ ഫോട്ടോകൾ 2 സൈസുകളിൽ നമുക്ക് ആവശ്യമാണ്. ഒരെണ്ണം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒരെണ്ണം പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും. ഇനി നമുക്ക് ഫിംഗർ പ്രിന്റ് എങ്ങനെ എടുക്കാം എന്നുള്ളത് നോക്കാം. നമുക്ക് 2 കൈയിലും 5 ഫിംഗേഴ്സ്, അതായത് ആകെ 10 വിരലുകളുടെയും ഫിംഗർ പ്രിന്റ് എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു ഇങ്ക് പാഡിൽ 10 വിരലുകളും മുക്കി A4 ഷീറ്റിലേക്ക് ഫിംഗർ പ്രിന്റ് പതിപ്പിച്ച് സ്കാൻ ചെയ്ത് 10 മുതൽ 200 KB വരെയുള്ള ഫയലാക്കി സൂക്ഷിക്കണം. ഇനി നമ്മുടെ ഫോണിലെ ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് JPEG ഫോർമാറ്റിൽ തന്നെയാണ് നമുക്ക് ഫിംഗർ പ്രിന്റ് എടുക്കേണ്ടത്. കൃത്യമായിട്ട് നമ്മൾ 10 വിരലും കൊള്ളുന്ന രീതിയിൽ നമ്മൾ ഫോട്ടോ എടുത്തു. അതിനുശേഷം എഡ്ജസ് എല്ലാം പോകുന്ന രീതിയിൽ നമ്മൾ ക്രോപ്പ് ചെയ്തു. നിങ്ങൾ ലൈറ്റിങ്ങിന്റെ കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈവൻ ആയിട്ട് ലൈറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ വേണം പോയിട്ട് എടുക്കാൻ. അങ്ങനെ കൃത്യമായി എഡ്ജസ് എല്ലാം നമ്മൾ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്രോപ്പ് ചെയ്തതിനു ശേഷം ഡണ്ണ് കൊടുത്തു. എന്നിട്ട് സേവ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഫിംഗർ പ്രിന്റ് പതിപ്പിക്കുമ്പോൾ മഷി കൂടുതലായി വിരലിൽ പതിയാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതൽ ഡാർക്ക് ആവാനും പാടില്ല, വളരെയധികം ലൈറ്റ് ആവാനും പാടില്ല. ഫിംഗർ പ്രിന്റ് കൃത്യമായി കാണുന്ന രീതിയിൽ മാത്രമേ ഇങ്ക് ഉപയോഗിക്കാവൂ. ഫിംഗർ പ്രിന്റിന്റെ റിഡ്ജസ് കാണാത്ത രീതിയിലുള്ള സ്മഡ്ജ്ഡ് ആയിട്ടുള്ള ക്ലിയർ കുറവുള്ള ഇമേജ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ മേ ബി ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് എങ്ങനെ സിഗ്നേച്ചർ സ്കാൻ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കണം. ആ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് കളറിലുള്ള പെന്ന് കൊണ്ട് മാത്രമേ സൈൻ ചെയ്യാവൂ. വളരെ നാച്ചുറലായി നോർമലായിട്ട് നമ്മൾ പേപ്പറിൽ സൈൻ ചെയ്യുക. അതിനുശേഷം ഇപ്പൊ ഇട്ട ഈ സൈന് നമുക്ക് സ്കാൻ ചെയ്ത് JPG ഫോർമാറ്റിൽ 10 to 50 KB ഫയലായി സൂക്ഷിക്കണം. നീറ്റ് ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന എല്ലാ ഫയലും സൂക്ഷിച്ചു വെക്കുന്നത് ലാപ്ടോപ്പിലാണ്. സോ ലാപ്ടോപ്പിലേക്ക് ഇപ്പൊ നമ്മൾ സ്കാൻ ചെയ്ത് സിഗ്നേച്ചർ മാറ്റുക. അങ്ങനെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിൽ സൈസ് ഇവിടെ കാണിക്കുന്നുണ്ട് 281 KB ആണ്. നമ്മളോട് NTA മെൻഷൻ ചെയ്ത സൈസ് എന്ന് പറയുന്നത് 10 KB to 50 KB ആണ്. അപ്പൊ ഇതിനെ നമ്മളൊന്ന് സൈസ് ഡൗൺ ചെയ്യണം. 15ന്റെ താഴത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. ഈ ഫയല് ഇപ്പൊ ഞാൻ സിഗ്നേച്ചറിന്റെ ഈ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കി. ഈ ഫയല് നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്താൽ തീർച്ചയായിട്ടും റിജക്ഷൻ വരും. അപ്പം ഇമേജ് ഞാൻ പറഞ്ഞു, നമുക്ക് ഒരുപാട് ഇമേജസിനുള്ള സൈസ് കൊടുത്തിട്ടുണ്ട്. ചിലത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ 10 to 200 KB ആണ്. നമ്മളെ സിഗ്നേച്ചർ 10 to 50
50 ആണെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇതുപോലെ ആ സൈസിന്റെ അകത്ത് വരാൻ നമ്മൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമ്മൾ ഗൂഗിൾ എടുക്കുക, എന്നിട്ട് ഇമേജ് റീസൈസർ ഇൻ KB എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇമേജ് റീസൈസർ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് റീസൈസ് ചെയ്യേണ്ട ഇമേജ്, ഇപ്പം ഞാൻ തൽക്കാലം എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ സിഗ്നേച്ചർ ആണ്. അത് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ ലോഡായി വന്നിട്ടുണ്ട്. അതിൽ ഞാൻ സിഗ്നേച്ചർ ഉള്ളത് ഞാനിവിടെ ഓപ്പൺ ആക്കി കൊടുത്തു. അപ്പൊ ഇമേജ് റീസൈസറിന്റെ അകത്ത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് എത്രയാണോ നമ്മളുടെ ടാർഗറ്റ് ഫയൽ സൈസ്, ഇവിടെ നമുക്ക് ടാർഗറ്റ് ഫയൽ സൈസ് കാണാൻ സാധിക്കും. എത്ര KB-യിലേക്കാണോ ഈ ഇമേജ് റീസൈസ് ചെയ്യേണ്ടത്, സൈസ് ഡൗൺ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഇവിടെ കൊടുക്കണം. അപ്പൊ നമുക്കറിയാം 50 ആണ് നമ്മളുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ 50 KB എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ റീസൈസ് ഇമേജ് എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ അവർ സൈസ് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിങ്ങിലാണ്. ഈ പ്രോസസ്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ കണ്ടോ, സൈസ് 45.37 KB ആയി മാറി. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ നമ്മുടെ ഡൗൺലോഡ്സിൽ ഈ ഫയൽ എന്ന് പറയുന്നത്, ഈ ഫയലിന്റെ നമ്മൾ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫയലിന്റെ സൈസ് എന്ന് പറയുന്നത് 45.4 KB മാത്രം. ഐസറിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാം ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഫയലാണ്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് ഫോട്ടോ, ഇതെല്ലാം ഈ ഇമേജ് റീസൈസറിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ടാർഗറ്റ് KB അപ്പം നിങ്ങൾ എത്ര സെറ്റ് ചെയ്യേണ്ടി വരും? ഇപ്പം നമ്മൾ 50 സെറ്റ് ചെയ്തതുപോലെ നിങ്ങളപ്പം 200 സെറ്റ് ചെയ്യേണ്ടി വരും. ഇതുപോലെ നിങ്ങൾക്ക് സൈസ് ഡൗൺ ചെയ്തെടുക്കാൻ പറ്റും ഓരോ ഫയലും. ഇനി അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സിൽ നമ്മളോട് ഐഡന്റിറ്റി പ്രൂഫ് ചോദിക്കുന്നുണ്ട്. ഐഡന്റിറ്റി പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് ബ്രിങ് ചെയ്യാൻ പോകുന്ന നമ്മൾ ഐഡന്റിറ്റി മനസ്സിലാക്കേണ്ട ഡോക്യുമെന്റ് ആണ്. അപ്പം സ്വാഭാവികമായിട്ടും മിക്കവാറും കുട്ടികൾ ആധാർ കാർഡ് ആയിരിക്കും കൊണ്ടുപോകുക. അപ്പൊ അതുകൊണ്ട് ഐഡന്റിറ്റി പ്രൂഫ് ആയിട്ട് ആധാറും ഉപയോഗിക്കാവുന്നതാണ്. ഐഡന്റിറ്റി പ്രൂഫ് ആയിട്ട് ആധാർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഇതുപോലെ നമ്മളിപ്പം സൈൻ സ്കാൻ ചെയ്തതുപോലെ അതും സ്കാൻ ചെയ്യാം. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 10 to 200 KB ആണ്. അപ്പം ഇതുപോലെ റീസൈസ് ചെയ്ത് നമുക്ക് ആ സൈസിന്റെ അകത്ത് ഒതുക്കി നിർത്താൻ പറ്റും. അത് 200 KB-ന്റെ അകത്ത് നമുക്ക് നിർത്താൻ പറ്റും. സിഗ്നേച്ചർ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ ക്ലിയർ ആണെന്നും റീഡബിൾ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നും നിങ്ങൾ ഉറപ്പിക്കണം. ഇനി അടുത്തതായിട്ട് 10ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് എങ്ങനെയാണ് സ്കാൻ ചെയ്ത് PDF ആക്കി സൂക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം SSLC ബുക്ക് സ്കാൻ ചെയ്യേണ്ടത് PDF-ലാണ്. സോ ഡോക് സ്കാനർ എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ ആപ്പിൽ ഒരു പ്ലസ് ഐക്കൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഈ മെനുവിൽ പോയിട്ട് ഫോട്ടോ ആയിട്ട് എടുക്കാം. അത് എടുത്തതിന് ശേഷം എഡ്ജസ് എല്ലാം അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അവരൊരു ഫിൽറ്റർ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് കാണിച്ചു തരിക. അപ്പൊ ഇതിൽ നമുക്ക് പ്രിവ്യൂ എന്ന് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിന്റെ കോർണർ എല്ലാം എഡിറ്റ് ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കി ഫിൽറ്റേഴ്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഫിൽറ്റർ ഞാൻ വൈബ്രന്റ് മാറ്റി ഒറിജിനൽ തന്നെയാക്കി. ഒറിജിനൽ ആക്കിയതിനു ശേഷം ഞാൻ ഇനി ഇവിടെ സേവ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഈ താഴെ കാണുന്ന ടിക്ക് മാർക്ക് അമർത്തുന്നതോട് കൂടിയിട്ട് കംപ്രസ് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കംപ്രസ് നൗ ഞാൻ കൊടുക്കുമ്പോൾ നമുക്ക് ഈ PDF-ന്റെ സൈസ് ഇപ്പൊ വരുന്ന 667 KB ആണ്. അത് നമുക്ക് കംപ്രസ് ചെയ്ത് ഇപ്പൊ 280 ആയി. അങ്ങനെ നമുക്ക് കംപ്രസ് ചെയ്ത് നമുക്ക് ഏത് സൈസിലേക്കാണോ എത്തിക്കേണ്ടത് ആ സൈസിലേക്ക് നമുക്ക് എത്തിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ അലൗഡ് ആയിട്ടുള്ള മാക്സിമം KB എന്ന് പറയുന്നത് 300 ആണ്. അപ്പൊ ഞാൻ 280യിലേക്ക് എത്തിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് ഫയൽ മനസ്സിലാവാൻ വേണ്ടി റീനെയിം ചെയ്യാം. റീനെയിം ചെയ്തിട്ട് നമുക്ക് സേവ് ടു ഫോൺ എന്ന് കൊടുക്കാം. ഏത് ഫോൾഡറിലേക്കാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡറും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പൊ ആ ഫോൾഡറിൽ പോയിട്ട് സേവ് ആവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കാറ്റഗറി സർട്ടിഫിക്കറ്റുകളും സ്കാൻ ചെയ്ത് സേവ് ചെയ്യേണ്ടത്. ഇനി ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ എല്ലാ ഡോക്യുമെന്റ്സും ഫോട്ടോയും സേവ് ചെയ്ത് വെക്കുക. ഇതൊന്ന് ഞാൻ സമ്മറൈസ് ചെയ്യാം. പാസ്പോർട്ട് ഫോട്ടോ, പോസ്റ്റ് കാർഡ് ഫോട്ടോ, സിഗ്നേച്ചർ, ഫിംഗർ പ്രിന്റ്, ഈ 4 എണ്ണം JPG ഫോർമാറ്റിലും കാറ്റഗറി സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, ഈ 2 സർട്ടിഫിക്കറ്റുകൾ PDF ഫോർമാറ്റിലുമാണ് നമ്മളുടെ കയ്യിൽ വേണ്ടത്. അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ സർട്ടിഫിക്കറ്റുകൾ എല്ലാം കൃത്യമായി പറഞ്ഞ സൈസിനുള്ളിൽ പറഞ്ഞ ഫോർമാറ്റിൽ സേവ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം.
ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിന്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നീറ്റ് എഴുതുന്ന ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ വീഡിയോ മിസ് ആവാതിരിക്കാൻ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.